ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ദിനമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ആദ്യമായിട്ട് ഈശോയെ കാണുവാൻ, അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഈ മറിയത്തിനാണ്. ഈ മറിയം അത്രമാത്രം ഈശോയെ സ്നേഹിച്ചിരുന്നു. ഈശോയുടെ കല്ലറയെങ്കിലെത്തിയ മറിയത്തിന് ഈശോനെ കാണുവാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോൾ ഒരു വ്യക്തി പോകുമ്പോൾ തോട്ടക്കാരനാണെന്നൊക്കെ കരുതുന്നു. അപ്പോൾ സങ്കടത്തോടു കൂടി മഗ്ദലന മറിയം ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഈശോയെ വെച്ചിരിക്കുക? ശരി, ഞാൻ പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോക്കളാം. സങ്കടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക്, മറിയത്തിന്, ഈശോ വെളിപ്പെടുത്തുന്നത് അത് ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. സങ്കടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വാന്തനത്തിൻ്റെ ഒരു വിളിയാണ് ഈശോ എന്ന്, മറിയം. ആ വിളി അവൾക്ക് സുപരിചിതമാണ്. അവളുടെ എല്ലാ സങ്കടങ്ങളും വിട്ടുപോയി. സുഹൃത്തെ, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ, കർത്താവ് പോലും കൈവിട്ടു എന്നൊക്കെ തോന്നുമ്പോൾ, നീ കർത്താവിനെ അന്വേഷിച്ചാൽ സ്നേഹത്തിൻ്റെ സ്വരം അവനിൽ നിന്ന് വരും. അവർ ഒറ്റ സ്വരം മതി നിൻ്റെ സങ്കടം മാറ്റിക്കളയുവാനായിട്ട്, നിൻ്റെ അറ്റുപോയ പ്രതീക്ഷകളെ ജീവിപ്പിച്ചു തരാനായിട്ട്. കർത്താവിൻ്റെ ഒരൊറ്റ സ്വരം മതി. തീർച്ചയായിട്ടും അത് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് അനുഭവിക്കുവാനായിട്ട് നിനക്ക് ഇടവരികയും ചെയ്യും. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ദൈവം പോലും കൈവിട്ടു പോയല്ലോ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നിൻ്റെ സ്വാന്തനത്തിൻ്റെ സ്വരം അനുഭവിക്കുവാൻ ഇടവരുമെന്നുള്ളൊരു ബോധ്യം ഈ സുഹൃത്തിന് പ്രത്യേകമായിട്ട് നൽകണമേ. ഈ വ്യക്തിയുടെ എല്ലാ സങ്കടങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും അങ്ങ് കൂട്ടായിരിക്കണമേ, ശക്തിയായി തീരണമേ. ഇന്നത്തെ ഈ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പി